നമസ്കാരം. പാകിസ്ഥാനിലുള്ള ഇസ്ലാമാബാദിലുള്ള സെറീന എന്ന് പറയുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് 21 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് JD വാൻസ് വെറും കൈയോടെ US മടങ്ങുകയാണെന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ലോക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു അവിടെ നടന്നത്. കാരണം ഈ ഒരു ഷാ ഗവൺമെൻറ്റിന് ശേഷം അൽ ഖമീനി അധികാരം എടുത്തതിന് ശേഷം US ഇറാനായിട്ട് ഡയറക്റ്റായിട്ട് യാതൊരു ചർച്ചയും ചെയ്തിരുന്നില്ല. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു റൂമിൽ ഇരുന്ന് ഡയറക്റ്റായിട്ട് ഇറാന് പറയാനുള്ളത് യുഎസിന് പറയാനുള്ളത് ഇറാനും തമ്മിൽ കേൾക്കുന്ന ഒരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ചർച്ച എങ്ങും എത്താതെ ഇത് അവസാനിപ്പിക്കുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ച വളരെയധികം പോസിറ്റീവായിട്ടാണ് അറബ് രാജ്യങ്ങളും ലോക രാജ്യങ്ങളും എല്ലാം തന്നെ ഉറ്റുനോക്കിയിരുന്നത്. കാരണം സീസ് ഫയർ അവസാനിക്കാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ചർച്ചയ്ക്ക് വലിയ തോതിൽ മുൻകൈ എടുത്തത് എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. പാകിസ്ഥാൻ ആശയപരമായിട്ട് ഇറാനായിട്ട് വളരെയധികം അടുത്ത ഒരു രാജ്യമാണ്. കാരണം ഇറാനിൽ ഷിയ വിഭാഗമാണ്, പാകിസ്ഥാനിൽ വലിയ തോതിൽ ഷിയ വിഭാഗമുണ്ട്. അതായത് അൽ ഖമീനി ഇറാൻ്റെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ഷിയ വിഭാഗങ്ങളുടെയും തലവനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത്, അല്ലെങ്കിൽ US ഇറാനെ ആക്രമിച്ച സമയത്ത് പാകിസ്ഥാനിലുള്ള US കൗൺസിലേറ്റ് അവിടുത്തെ ചെറുപ്പക്കാർ അടിച്ചു തകർത്ത ആ ഒരു വാർത്ത, ആ ഒരു പിക്ചർ നമ്മളും കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ആശയപരമായിട്ട് പാകിസ്ഥാൻ ഇറാനായിട്ട് വളരെയധികം അടുത്ത ഒരു രാജ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പാകിസ്ഥാനിലെ മറ്റേ അതിർത്തിയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അത് പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഈ കരമാർഗം ഇവർ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു യുദ്ധം ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പാകിസ്ഥാന് രാഷ്ട്രീയപരമായിട്ട് വളരെയധികം പ്രതിസന്ധിയിലായിരിക്കും ഉണ്ടാകുക. കാരണം ഈ ഒരു യുദ്ധം കരമാർഗം പോവുകയാണെങ്കിൽ US പാകിസ്ഥാനിൽ നിന്നാകണം മേ ബി ഇറാനെ ആക്രമിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയുള്ളത്. കാരണം പാകിസ്ഥാൻ അത് നെഗ്ലക്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ സാധിക്കില്ല. കാരണം US നിന്ന് വലിയ തോതിൽ ഫണ്ട്, സാമ്പത്തികമായിട്ടുള്ള സഹായം പാകിസ്ഥാൻ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം ഈ ഇറാനുമായിട്ട് ആശയപരമായിട്ട് വളരെ വലിയ തോതിൽ അടുത്ത് ഇടപഴകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് US ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലായിരിക്കും ആഭ്യന്തര കലാപം പൊട്ടി പുറപ്പെടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം ഉണ്ട്. കൂടാതെ തന്നെ ഈ പാകിസ്ഥാനും സൗദിയും തമ്മിൽ സൈനികപരമായിട്ട് വളരെയധികം പല എഗ്രിമെൻറ്റുകളും ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അതായത് ഈ സൗദി അറേബ്യനെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള പല എഗ്രിമെൻറ്റുകളും അവർ ഒപ്പുവെച്ചിട്ടുണ്ട്. അൺകൺഫേം ആയിട്ടുള്ള ന്യൂസുകളുള്ളത് പാകിസ്ഥാൻ്റെ ഈ ഫൈറ്റർ ജെറ്റുകളെല്ലാം തന്നെ ഈ സൗദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സൗദീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. സൗദീനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ സൗദീനെ ആരാണ് ആക്രമിക്കുന്നത്? ഇറാൻ. അപ്പോൾ ഈ ഒരു ത്രികോണ മത്സരത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കും വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അത് മാറ്റി നിർത്തിയാൽ കൂടി എന്നാണ് ആക്ച്വലി ഈ ഒരു ഇറാനും US തമ്മിലുള്ള ഈ ഒരു എഗ്രിമെൻറ്റ്, ഇപ്പോൾ ഇന്ത്യയും വേറെ രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന എഗ്രിമെൻ്റ് അല്ലെങ്കിൽ മറു രാജ്യം മുന്നോട്ട് വെക്കുന്ന എഗ്രിമെൻ്റ് എല്ലാം തന്നെ ലോക മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് അവർ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കും. പക്ഷേ ഈ ഒരു ഇറാൻ എന്താണ് മുന്നോട്ട് വെക്കുന്നത്, ഈ ഒരു US എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല. നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം ഈ ഒരു ഇറാൻ്റെ ഹോർമുസ് കടലെടുക്ക് അതൊരു ഫ്രീ വേ ആയിട്ട് തുറന്നു കൊടുക്കണമെന്നായിരിക്കണം US മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു അജണ്ട. ഇറാനെ സംബന്ധിച്ച് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആകെ ഉള്ള ഒരു തുറപ്പ് ചീട്ടാണ് ഈ ഒരു ഹോർമുസ് കടലെടുക്ക്. അതിലേറെക്കുറെ ഇളവുകളെല്ലാം തന്നെ ഈ ഒരു സീസ് ഫയർ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും പൂർണ്ണമായിട്ട് അതിൻ്റെ കൺട്രോളൊന്നും തന്നെ ഇറാൻ കൊടുത്തിട്ടില്ല. അത് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു പദ്ധതിയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അപ്പോൾ അതായിരിക്കണം ഈ ഒരു ഫ്രീ വേ ആയിട്ട് ഈ ഒരു ഹോർമുസ് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് USൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആവശ്യമെങ്കിൽ അതൊരിക്കലും നടക്കാൻ സാധ്യമില്ലാത്തൊരു കാര്യമാണ്. മറിച്ച് ഇറാൻ്റെ ഈ ഒരു യുറേനിയം എൻറിച്ച്മെൻറ്റോ അങ്ങനെയുള്ള പദ്ധതികളിൽ നിന്നുള്ള പിന്മാറ്റം മേ ബി അവർ ചർച്ച ചെയ്തേക്കാം. ഇനി എന്തായിരിക്കും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ആവശ്യമെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇറാൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇറാനിൽ മേൽ സാമ്പത്തികമായിട്ടുള്ള വലിയ ഉപരോധങ്ങൾ ഈ ഒരു യുദ്ധത്തിന് മുമ്പേ തന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക
ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. $120 ബില്യൺ ഇറാൻ്റെ അസറ്റ് ഗ്ലോബലി ഫ്രീസായി കിടക്കുന്നത്. ഇത് ഫ്രീസ് മാറ്റണം എന്നുള്ളതായിരിക്കണം ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു ആവശ്യം. അത് അമേരിക്കയും അംഗീകരിക്കാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം വലിയ തോതിലുള്ള ഫണ്ട് ഇറാനിലേക്ക് വരും. അപ്പോൾ അത് അമേരിക്ക അംഗീകരിക്കാൻ സാധ്യതയില്ല. അതാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു പ്രധാന ആവശ്യം എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇത് മാറ്റി നിർത്തിയാൽ കൂടിയും ഈ ലെബനാനിൽ നടക്കുന്ന ആക്രമണം നിർത്തണമെന്നുള്ളത് ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു പ്രധാന ആവശ്യമായിരിക്കണം. അങ്ങനെ ഈ ഏകദേശം ഒരു 10-70 വർഷം നടക്കാത്ത ചർച്ചയിൽ, അല്ലെങ്കിൽ 70 വർഷം ഉള്ള പ്രശ്നങ്ങൾ 21 മണിക്കൂറുകളിൽ എങ്ങനെയാണ് പരിഹരിക്കാനായിട്ട് പറ്റുന്നത്? ഇതിൽ പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു അറ്റത്തു നിന്ന് ചെറിയ ചെറിയ പോസിബിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് നന്നായിരുന്നേനെ. മറിച്ച് ഈ ഒരു മീറ്റിങ്ങിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത്. കാരണം അവർക്ക് വേണ്ട കാര്യം അത് തന്നെയാണ്. അപ്പോൾ അതിൽ യാതൊരു ധാരണ വരാനുള്ള സാധ്യതകൾ നിയർ ഫ്യൂച്ചറിൽ ഇല്ല. അതുകൊണ്ട് ഈ ഒരു യുദ്ധം ഇത് ഇങ്ങനെ തുടർന്നു പോകുമെന്നുള്ള ഒരു പ്രവചനത്തിന് ഞാനില്ലെങ്കിൽ കൂടിയും മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാം തന്നെ വളരെയധികം ജാഗ്രത പുലർത്തണം എന്നുള്ള ചെറിയൊരു ഉപദേശം നടത്തിക്കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.